നമുക്ക് നല്ലൊരു തേങ്ങാ ചമ്മന്തി ഉണ്ടാക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് 1 സ്പൂൺ മുളക് പൊടി, ഉള്ളി, വെളുത്തുള്ളി, കറിവേപ്പില, പുളി, ഉപ്പ് എല്ലാം കൂടെ മിക്സാക്കി വെച്ചതാണ്. ഇത് നമുക്ക് അരച്ചെടുക്കാം. ഇതേപോലത്തെ വീഡിയോ ഒക്കെ നേരത്തെ കാണിച്ചു തന്നിട്ടുണ്ട്. പിന്നെ എപ്പോഴും നമ്മളിത് ഉണ്ടാക്കുന്നത് കൊണ്ട് ഒന്നും കൂടെ ഇടുകയെന്ന് മാത്രമേ ഉള്ളൂ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചമ്മന്തി നമുക്കിവിടെ റെഡിയായി. ചമ്മന്തി എപ്പോഴും അരയ്ക്കുന്ന സമയത്ത് അതിൽ വെള്ളം ചേർക്കാൻ പാടില്ല. നമ്മൾ ഉള്ളിയും വെളുത്തുള്ളി ഒക്കെ ചേർക്കുന്നത് കൊണ്ട് അതിലുള്ള വെള്ളം മതി. പുളിയും കൂടെ ചേർക്കുമല്ലോ, അപ്പം വെള്ളം ചേർക്കാണ്ട് അരയ്ക്കണം. വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ ചമ്മന്തിൻ്റെ ടേസ്റ്റ് കുറയും. നിങ്ങൾ ഇതേപോലെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉണ്ടാക്കി നോക്കണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചമ്മന്തി നമുക്കിവിടെ റെഡിയായി. ചമ്മന്തി എപ്പോഴും അരയ്ക്കുന്ന സമയത്ത് അതിൽ വെള്ളം ചേർക്കാൻ പാടില്ല. നമ്മൾ ഉള്ളിയും വെളുത്തുള്ളി ഒക്കെ ചേർക്കുന്നത് കൊണ്ട് അതിലുള്ള വെള്ളം മതി. പുളിയും കൂടെ ചേർക്കുമല്ലോ, അപ്പം വെള്ളം ചേർക്കാണ്ട് അരയ്ക്കണം. വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ ചമ്മന്തിൻ്റെ ടേസ്റ്റ് കുറയും. നിങ്ങൾ ഇതേപോലെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉണ്ടാക്കി നോക്കണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു.